ഇവിടെ ഒരു ഗാർഡൻ കാണുന്നുണ്ടല്ലോ. ഇത് ചാസം ആയുർവേദ ആൻഡ് സ്പൈസസ് ഗാർഡൻ ആണ്. ഒന്ന് കയറി നോക്കാം അല്ലേ? ഇതിൻ്റെ പേര് ബ്രഹ്മി എന്നാണ്. ഓക്കെ, ഇതൊരു ആയുർവേദിക് മെഡിസിനൽ പ്ലാന്റ് ആണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ബ്രഹ്മിക്ക് 2 തരത്തെ പ്രൊഡക്റ്റുകളാണുള്ളത്. ഇപ്പോൾ നമ്മൾ ബ്രഹ്മി കണ്ടല്ലോ അല്ലേ? അത് ചെറിയ കുട്ടികൾക്കാണ് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർക്കാണ് യൂസ്ഫുൾ? എങ്ങനെയാണ് ബ്രഹ്മി? ആക്ച്വലി എല്ലാവർക്കും ഉപയോഗിക്കാം. ഓയിൽ ഫോം നമുക്ക് ശരിക്കും അത് മസാജിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഓയിൽ. ഓക്കെ, അതായത് സ്ട്രെസ് ഉള്ള ആളുകൾ, നമുക്കറിയാം ഇപ്പോൾ IT ഫീൽഡൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ സ്ട്രെസ് ഉള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ നല്ല കൂളിംഗ് എഫക്റ്റാണ്. അതുപോലെ തന്നെ സൈനസിൻ്റെ പ്രോബ്ലം ഉള്ള ആളുകൾക്ക് ബ്രഹ്മി ഓയിൽ നല്ലതാണ്. അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് ഓഫ് കോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് പൗഡർ ഫോമാണ്. പൗഡർ ഫോമിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ബ്രഹ്മീൻ്റെ ഇലയാണ് നമ്മൾ എടുക്കുന്നത്. അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് പൗഡർ ഫോമിൽ വരുന്നത്. പൗഡർ ഫോം എസ്പെഷ്യലി പിള്ളേർക്കാണ് നല്ല എഫക്റ്റീവ് ആയിരിക്കുന്നത്. എസ്പെഷ്യലി അവർ ടീനേജിലൊക്കെ ഇത് പൗഡർ ഫോം കൊടുക്കുകയാണെങ്കിൽ അവർ കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ ഐ പവർ, മെമ്മറി കപ്പാസിറ്റി അതൊക്കെ ഇൻക്രീസ് ചെയ്യാനും ഒരു പരിധി വരെ ഇത് ഹെൽപ്പ് ചെയ്യും. എല്ലാവർക്കും കഴിക്കും. നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ 2 പ്രൊഡക്റ്റ് ഇവിടെ അവൈലബിൾ ആണോ? അതെ, നമുക്ക് ടാബ്ലറ്റ്സും അവൈലബിൾ ആണ്, പൗഡർ ഫോം അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഓയിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓയിൽ, ബ്രഹ്മി ഓയിൽ. ഓക്കെ, ഇത് ഓയിൽ ഫോമിലാണ് വരുന്നത്. ഇത് വീക്കിലി ഒരു 3 ടൈം, ത്രൈസ് ഇൻ എ വീക്ക്, ആഴ്ചയിൽ 3 പ്രാവശ്യമാണ് ഉപയോഗിക്കേണ്ടത്. അതൊരു 10 to 15 ml ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം ഹാഫ് ആൻ അവറിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം. അതാണ് കുളിക്കുന്നതിന് മുമ്പായിട്ട്. എല്ലാ ഏജിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. എല്ലാ ഏജിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം. ഇതാണ് ബ്രഹ്മിയുടെ ഓയിൽ. അതെ, ഇതാണ് യൂസേജ്. ഇത് വീക്കിലി 3 ടൈംസ് ആണ്. ഓക്കെ, ആഴ്ചയിൽ 3 പ്രാവശ്യം ഈ ഓയിൽ ഉപയോഗിക്കേണ്ടത് അറ്റ്ലീസ്റ്റ്. ഓക്കെ, ഒരു 10 to 15 ml ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം ഒരു ഹാഫ് ആൻ അവറിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം. ഇല്ല, എല്ലാവർക്കും ഉപയോഗിക്കാം. എല്ലാവർക്കും ഉപയോഗിക്കാം. ചേച്ചി, ഇതെന്താണ് ശംഖുപുഷ്പം? ഇത് ശംഖുപുഷ്പം എന്ന് പറയുന്ന ഒരു ഹെർബൽ പ്ലാന്റ് ആണ്. ഇത് പല വെറൈറ്റിയിലുണ്ട്. ബ്ലൂ കളർ, ഇത് വൈറ്റ് കളറാണ്. ഇത് വൈറ്റ് ശംഖുപുഷ്പമുണ്ട്, ഇത് വൈറ്റ് ആണ്. ഇനി ബ്ലൂ കളറുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചിലയിടത്ത് പിങ്ക് കളറും അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇലയുടെ ഒരു പ്രത്യേകതയുണ്ട്. ഒരു തണ്ടിൽ 5 മുട്ടുണ്ടാകാം, ചിലതിൽ 7 മുട്ടുണ്ടാകാം. കണ്ടില്ലേ, 7 എണ്ണം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. മലേഷ്യ, ഇന്തോനേഷ്യ എന്നൊക്കെയാണ് ഇതിൻ്റെ ഉൽപ്പാദനം തുടങ്ങിയിട്ടുള്ളത്. ഇത് പിന്നെ നമ്മുടെ സ്ഥലത്തേക്കൊക്കെ എല്ലായിടത്തേക്കും ആയി. പക്ഷെ വളരെ ഹെർബൽ പ്രാധാന്യമുള്ള ഒരു ഹെർബൽ പ്ലാന്റ് ആണ്. ഒരുപാട് മരുന്നുകളിൽ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് എണ്ണത്തിന്. പ്രത്യേകമായി നമ്മളിവിടെ ഇതിന് എണ്ണ കാച്ചുന്നുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ പൂവും ഇതൊരു സമൂലം, ഇതിലൊരു ഭാഗവും കളയാനില്ല. ഈ ഒരു പ്ലാന്റിൻ്റെ വേര്, ഇല, പൂവ് എല്ലാം നമ്മൾ ഉപയോഗിക്കും. കോമൺ ആയിട്ട് നമ്മൾ ഇതിന് വൈറ്റ് കളർ ഉപയോഗിക്കുന്നു. പിന്നെ അത് ചേർത്തിട്ട് എണ്ണ ഉണ്ടാക്കുന്നു. പിന്നെ ഞങ്ങൾ പല ലേഹ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ആയുർവേദ മരുന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ പല ഹെർബൽ പ്ലാന്റ്സ് ഒരുമിച്ച് കൂട്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഇത് കൂടാതെ മുടി വളരാൻ എന്ന് പറഞ്ഞാൽ പ്രിമേച്വർ ഗ്രേ ഉണ്ട്. ഇപ്പം എല്ലാവരിലും കോമൺ ആയി കാണുന്ന ഒരു 30 വയസ്സാകുമ്പോഴേക്കും തന്നെ ആൾക്കാരെ കണ്ടാൽ നമുക്ക് തലയൊക്കെ നരച്ച് തുടങ്ങി കാണുന്നുണ്ട്. അപ്പോൾ ഈ പ്രിമേച്വർ ഗ്രേ വലിയൊരു പ്രശ്നമായി നിൽക്കുക. അതിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് ഇത് ചേർത്തിട്ടുള്ളതായ എണ്ണ കാച്ചുന്നത്. ഈ ശംഖുപുഷ്പം ഞാൻ പറഞ്ഞല്ലോ, മുടിക്ക് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മുഖകാന്തി, ഒരു ഫേഷ്യലിൻ്റെ കൂട്ടത്തിൽ നമുക്കതിൻ്റെ പൂവൊക്കെ ചേർത്ത് ഫേഷ്യൽ ഉണ്ടാക്കാം. പിന്നെ അതുപോലെ ഈ മെമ്മറി ബ്രെയിൻ വർക്ക് ചെയ്യാനൊക്കെ ഇത് നല്ലോണം അതിൻ്റെ ഔഷധവീര്യം ലേഹ്യത്തിലുണ്ട്. കൂടുതലായിട്ട് എണ്ണ കാച്ചാനാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പ്രിമേച്വർ ഗ്രേ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണല്ലോ. അതുപോലെ ലേഹ്യത്തിൽ എന്ന് പറഞ്ഞാൽ മെമ്മറിക്ക് വേണ്ടിയിട്ട്, പിന്നെ ബുദ്ധിശക്തി കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതിൽ ബുദ്ധിശക്തി, ധാരണാശക്തി, അതിനൊക്കെ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇതിൽ ഈ ബ്രെയിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്ററായ അസറ്റിൻ കൊളൈനുണ്ട്. അതിൻ്റെ കണ്ടൻ്റൊക്കെ ഇതിൽ വളരെ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നമ്മളതിലൊക്കെ അത് ഉപയോഗിക്കുന്നത്. ഓയിലായിട്ട് ഞങ്ങൾക്ക് ലേഹ്യമൊക്കെ ഉണ്ട്. എല്ലാ മരുന്നുകളിലും ഇത് ഞങ്ങളുടെ ഇവിടെയുള്ള ഗാർഡനിലെ പല ഹെർബ്സും പലതിൻ്റെ മിക്സായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. ഓരോന്നിൻ്റെയും റേഷ്യോയിൽ വ്യത്യാസം വരും, അത് മാത്രമേ ഉള്ളൂ.
ഇതാണ് നമ്മൾ പറഞ്ഞ ഓയിൽ അല്ലേ? ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഓയിൽ. ഇതിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ഹെയർ ഓയിലുണ്ട് മുടി തഴച്ച്. ഇതും മുടി തഴച്ച് വളരും. അതിൽ കൂടുതലായിട്ട് ഞങ്ങൾ ഈ പ്രിമേച്ചർ ഗ്രേക്കാണ് ഈ ഓയിൽ കൊടുക്കുന്നത്, അതിൻ്റെ കണ്ടൻ്റായിട്ട് കൊടുക്കുന്നത്. ഞാൻ 1-2 ഫംഗ്ഷന് പോയപ്പോൾ ഇത് ചായയിൽ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയിൽ നമ്മളത് യൂസ് ചെയ്യാറുണ്ടോ? ഓ തീർച്ചയായിട്ടും. അത് വൈറ്റ് അല്ല, ബ്ലൂ കളർ ശംഖുപുഷ്പമുണ്ട്. അതിങ്ങനെ നമ്മൾ ഈ ഈ പൂ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അതിലിട്ട് തിളപ്പിച്ചു വളരെ ഉന്മാദം. നമ്മൾ ടയേർഡായിരിക്കുമ്പോഴേ ഒക്കെ സമയത്ത് ഒരു ചായ കുടിച്ചാൽ നമുക്ക് നല്ലൊരു ഉന്മാദം കിട്ടും. അതിൻ്റേതായ ആ ഒരു ഉത്തേജന ശക്തിയാണ്. അതിൻ്റെ ഫ്ലവറാണ് യൂസ് ചെയ്യുന്നത്, ബ്ലൂ കളറിൻ്റെ. ഇതിങ്ങനെ എടുത്ത് അതിൻ്റെ മുട്ട് ഒഴിവാക്കിയിട്ട് ആണ് നമ്മൾ ചായ വെക്കുന്നത്. നമ്മുടെ അടുത്തൊരു ചെടിയാണ് ഇത്, ശതാവരി. കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇത് പണ്ട് കാലം മുതലേ നമ്മൾ എല്ലാവരും ഉപയോഗിച്ച് വരുന്നതാണ്. അസ്പരാഗസ് റേസ്മോസസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ഇത് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു ലേഡീസ് ഫ്രണ്ട്ലി ഹെർബാണ്. അതായത് എന്തുകൊണ്ടാണ് ലേഡീസ് ഫ്രണ്ട്ലി ഹെർബ് എന്ന് പറയുന്നത് വെച്ചാൽ ഇത് ലേഡീസിനാണ് മെയിനായിട്ട് ഇതിന്ന് മെഡിസിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമുക്ക് സാധാരണ രീതിയിൽ ലേഡീസ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് ലേഡീസിന് പ്രധാനപ്പെട്ട വിഷയമായ അവരുടെ ഹോർമോൺ ഇംബാലൻസ് പ്രോബ്ലം, മെനിപ്പോസ് പ്രോബ്ലം, മെൻസ്ട്രേഷൻ പ്രോബ്ലം, ഇതിനൊക്കെ ഏറ്റവും നല്ലത് ഇതിൻ്റെ ലേഹ്യം കഴിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ പൊടി കഴിക്കുക, ഇതൊക്കെയാണ്. പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ ആണെങ്കിൽ, മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ പാലുൽപാദനത്തിന്, അതുകൂടാതെ പ്രത്യുൽപാദന ശേഷി കൂട്ടാൻ എല്ലാം ഇതിൻ്റെ ലേഹ്യം അതിൻ്റെ റേഷ്യോ അനുസരിച്ച് കൊടുക്കുന്നത്. ലേഡീസിന് ഒരുപാട് ഗൈനിക് ഇഷ്യൂസ് വരാറുണ്ട്. PCOD വരാറുണ്ട്, ഫൈബ്രോയിഡ് പ്രോബ്ലം വരാറുണ്ട്, പിന്നെ വൈറ്റ് ഡിസ്ചാർജ്, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങളൊക്കെ ലേഡീസ് പുറത്ത് പറയാത്തതായ പലവിധമായ അസുഖങ്ങളുണ്ട്. അതിനെല്ലാം ഒരു ഒറ്റമൂലി പോലെ നമുക്ക് കഴിക്കാവുന്നതാണ് ഈ ശതാവരിയുടെ പല ഔഷധങ്ങളും. അതിൻ്റെ പൊടി പാലിലിട്ട് കഴിക്കാം, അതിൻ്റെ ലേഹ്യം കഴിക്കാം. കൂടാതെ ജെൻസ് ഇത് അപ്പോൾ ജെൻസിന് തീരെ പറ്റില്ല എന്ന് ചോദിച്ചാൽ ജെൻസിനും പറ്റും. അവർക്ക് ഈ അവരുടെ ഹോർമോൺ, അതായത് സ്പേം കൗണ്ട് കൂട്ടാൻ, പ്രത്യുൽപാദന ശേഷിയിൽ സ്പേം കൗണ്ട് കൂട്ടാൻ അശ്വഗന്ധയുടെ ഒക്കെ കൂടെ ചേർത്ത് കഴിക്കാം. ഇതുകൂടാതെ ഡയബറ്റിക് കൺട്രോൾ, ഇങ്ങനെ ഒരുപാട് ഔഷധ മൂല്യമുള്ളതാണ് ഈ ശതാവരി. നമ്മുടെ അടുത്ത് ലേഹ്യമായിട്ടുണ്ട്, പൗഡറായിട്ടുണ്ട് ഇതിൻ്റെ പ്രോഡക്റ്റ്. ലേഹ്യമാകുമ്പോൾ അതെങ്ങനെ കഴിക്കണം, ഓരോ സ്പൂൺ വെച്ച് ഡയറക്റ്റായിട്ട് നമുക്ക് കഴിച്ചാൽ മതി. പൗഡർ ആകുമ്പോൾ എല്ലാം ഓരോ കോഴ്സാണ്. ആയുർവേദം പ്രത്യേകിച്ച് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് എല്ലാം ഞങ്ങളൊരു കോഴ്സായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു കോഴ്സ് കഴിയുമ്പോഴേക്കും ഈ ഹോർമോൺ എല്ലാം നമുക്ക് ബാലൻസ് ആയി വരും. പീരിയഡ്സ് റെഗുലറായി, പലർക്കും ഇറഗുലർ പീരിയഡ്സ് വരുന്നുണ്ട്. അതെല്ലാം റെഗുലർ ആകുന്നതിന് എല്ലാം ഇല്ല, സൈഡ് എഫക്റ്റ് ഇതിനില്ല എന്നുള്ളതാണ് ആയുർവേദത്തിന്. പണ്ടൊക്കെ അമ്മമാരൊക്കെ ഇതിൻ്റെ ഇത് ഉണ്ടാക്കി, ലേഹ്യം ഉണ്ടാക്കി പെൺകുട്ടികളൊക്കെ മച്ചുവറാകുന്ന സമയത്ത് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. വലിയ ഗൈനിക് ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു അന്ന്. ഇപ്പോൾ ആർക്കും സമയമില്ല, കൊടുക്കാറില്ല. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ കിഴങ്ങൊക്കെ അച്ചാറിന് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ ഭക്ഷണ രീതിയിലെല്ലാം ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ ലേഹ്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ശതാവരി ഗുളം എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ലേഹ്യമാണ്. ഇനി ഇതിൻ്റെ പൗഡർ ഉണ്ട് വേറെ. ഇത് ലേഹ്യം. ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഓരോ സ്പൂണും കഴിച്ചാൽ മതി. കുറച്ച് പാലൊക്കെ കൂടി കുടിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഡെലിവറി കഴിഞ്ഞവർക്ക്, പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞ ഈ പ്രോബ്ലംസ് ഉള്ളവർക്കൊക്കെ ദിവസം ഇതൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിക്കുക. മാഡം, ഇതെന്താണ് പ്ലാന്റ്? ഇത് ദന്തപ്പാല എന്ന് പറയും ഈ ചെടിയുടെ പേര്. ഇത് മെയിനായിട്ട് നമ്മൾ സ്കിൻ ഡിസീസ്, സോറിയാസിസ് ഉണ്ടല്ലോ, സോറിയാസിസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓയിലാണ് മെയിനായിട്ട് ഇതിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ദന്തപാല എന്ന് പറഞ്ഞ പ്ലാന്റ് ഇപ്പോൾ സോറിയാസിസിനൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്നതല്ലേ പറഞ്ഞത്. ആ ഒരു അസുഖമാണ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? അതായത് തൊലിപ്പുറത്തുണ്ടാകുന്ന ഇതിങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ചിലർക്ക് ഇത് തലയിൽ വരാറുണ്ട്, ചെവിയുടെ പുറകിൽ താരനായിട്ടാണ് നമുക്ക് ആദ്യം തുടക്കത്തിലൊക്കെ ഇത് മനസ്സിലാകുക. ഓക്കെ, അതിനുശേഷം ചിലർക്ക് ഇത് മുട്ടിൽ വരാറുണ്ട്, നീർക്കെട്ട് കാലിൽ, കൈകാൽ മുട്ടിൽ, അങ്ങനെ വേദനയോടുകൂടിയുള്ള സോറിയാസിസ് ഉണ്ടാകാറുണ്ട്. ബോഡി മുഴുവനായിട്ട് സ്പ്രെഡ് ആയി വരാറുണ്ട്. ബോഡി മൊത്തമായിട്ടും പെട്ടെന്ന് ചിലർക്ക് പെട്ടെന്ന് അത് ബോഡിയിൽ വ്യാപകമായിട്ട് വരും. ഈ തൈലാണോ ഉപയോഗിക്കുക? അതിൻ്റെ നമ്മൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പഴക്കമുള്ള സോറിയാസിസ് ആണെങ്കിൽ നമ്മൾ ഇൻടേക്ക് മെഡിസിൻ കൂടി എടുത്താൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും സോറിയാസിസ് മാറുള്ളൂ.
പക്ഷേ ഒരുപാട് നാൾ നമ്മളിത് മരുന്ന് കഴിക്കണം. എന്നാലാണ് നമുക്ക് ഉള്ളിൽ നിന്നും പുറത്തേക്ക് പൊട്ടി ഒലിച്ചത് പോയാൽ മാത്രമേ ആ കോശങ്ങൾ നശിച്ചു പോകുന്നുള്ളൂ, ഉള്ളിലേക്ക് മരുന്ന് കഴിച്ചാൽ മാത്രം. ഉള്ളിലേക്ക് കഴിക്കുന്ന ആ മരുന്ന് ഈ പ്ലാന്റിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്? അല്ല, അത് വേറെ പ്ലാന്റിൽ നിന്നാണ്. ഇത് മെയിനായിട്ട് ഇതിൽ നിന്ന് ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബോഡി അപ്ലൈ ചെയ്തിട്ട് അതെ, എക്സ്റ്റേണലായിട്ട് യൂസ് ചെയ്യുന്ന ഓയിലാണ് മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതാണ് ഞാൻ ആ പറഞ്ഞ ഓയിൽ, ഇതാണ് എക്സ്റ്റേണലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് എങ്ങനെ കുളിക്കുന്നതിന് മുന്നേ യൂസ് ചെയ്യാം? നമുക്ക് ഡെയിലി 1 സപ്ലൈ ആണ്. ഇപ്പോൾ കുളിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ചൊറിച്ചിലുള്ളവരാണെങ്കിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി കഴിഞ്ഞാൽ ആ ഫംഗസ് ചത്തുപോകും. ടവലിൽ തുടച്ചിട്ട് നമ്മൾ ഈ ഓയിൽ ഒരു 10-20 ഡ്രോപ്സ് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ആടലോ, നമ്മുടെ അങ്ങാടിക്കടയിലൊക്കെ കിട്ടുന്ന ആടലോടകം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് അല്ലേ? അതെ, ഇത് ആടലോടകം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മൾ അതിപുരാതന കാലം തൊട്ടേ വീടുകളിൽ ഉപയോഗിക്കുന്ന ആയുർവേദത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ആടലോടകം. ഈ ആടലോടകം നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടിട്ടുണ്ട്. അതെ, കഫക്കെട്ട് ജലദോഷത്തിനൊക്കെ. അതെ. അപ്പം അതിനെ കുറിച്ച് പറയാം. ഈ ആടലോടകത്തിൻ്റെ മെയിനായിട്ട് നമ്മൾ എടുക്കുന്ന അതിൻ്റെ ഇലയാണ്. വസൈനാണ് മെഡിസിനൽ കണ്ടന്റ് അതിൽ വരുന്നത്. അത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലേഹ്യമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അത് ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ അവർക്ക് ഒരു 1/2 ടീസ്പൂൺ കൊടുത്താൽ മതി. അങ്ങനെയാണ്. പൊടിയല്ല, ലേഹ്യമാണ് നമ്മൾ. അങ്ങനെയാണ്. ഡെയിലി ഒരു 2 ടൈംസ് ഒക്കെ കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് അതായത് ഒരുപാട് നാളായിട്ട് നമുക്കുള്ള ആ ശ്വാസം മുട്ടൽ പോലെയുള്ളത്, അത് കഫം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുട്ടികളാണെങ്കിൽ ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് നല്ലൊരു റിലീഫ് കൊടുക്കുന്ന ഒരു ലേഹ്യമാണ്. കാരണം ഇംഗ്ലീഷ് ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് മാറാറില്ല. കഫക്കെട്ട് ഉണ്ടെങ്കിൽ തന്നെ മാസങ്ങളോട് നിൽക്കുക. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാറും. ഇത് പെട്ടെന്ന് നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഇതാവില്ല. പക്ഷേ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് സൈഡ് എഫക്റ്റ് വരും. ഇതിൽ സൈഡ് എഫക്റ്റ് ഇല്ല, നാച്ചുറലാണ്. അതെ, കുട്ടികൾക്കും കഴിക്കാം. അതിനകത്ത് ഈ പനങ്കൽക്കണ്ടം ആഡ് ചെയ്യുന്നുണ്ട്, തേൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വളരെ ടേസ്റ്റിൻ്റെ പ്രശ്നം വരുന്നില്ല. ഇല ശരിക്കും ബിറ്റർ ടേസ്റ്റ് ആണ്. ഓക്കെ, ഇതാണ് ചേച്ചി പറഞ്ഞ ലേഹ്യ അല്ലേ? അതെ. അതിന്റെ ഉപയോഗം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കാറ്? ഇത് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ കൊടുക്കുക. വലിയവരാണെങ്കിൽ 10 വയസ്സിന് മുകളിലേക്കുള്ളവരാണെങ്കിൽ 1 സ്പൂൺ വെച്ച് കൊടുക്കണം. ആഫ്റ്റർ ഫുഡ് 2 നേരം കഴിക്കുക. അതെ, അതിൻ്റെ പേരാണ് കൂവ. കേരളത്തിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് കൂവ. ഇത് കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്, അല്ലെങ്കിൽ ഒരു ഔഷധ സസ്യമാണ്. അതായത് നമ്മുടെ മഞ്ഞൾ, ഇഞ്ചിയൊക്കെ ഇല്ലേ, അതിൻ്റെ ഫാമിലിയിൽ തന്നെ വരുന്നതാണ് കൂവ. ഇതിൻ്റെ കിഴങ്ങാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കിഴങ്ങെടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് അത് പൗഡറാക്കി ആ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ലേഡീസിൻ്റെ UTI പ്രോബ്ലം, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വിറ്റാമിൻ B ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു കിഴങ്ങ് വർഗ്ഗമാണ് കൂവ. എല്ലാവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഉപയോഗരീതി എങ്ങനെയാണ്? ഇതിൻ്റെ ഉപയോഗരീതി, ഇതിൻ്റെ കിഴങ്ങെടുത്ത് പ്രോസസ്സ് ചെയ്ത് പൗഡറാക്കി ആ പൗഡർ കൊണ്ട് പലതരത്തിലുള്ള പലഹാരം ഉണ്ടാക്കി ആ പലഹാരം നമുക്ക് നേരിട്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ പൗഡർ 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് ആ വെള്ളം കുടിക്കാവുന്നതാണ്. ആ വെള്ളം കുടിക്കുന്നത് മൂലം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മൂത്രച്ചൊടിയിൽ എന്നൊക്കെ നമ്മൾ പറയും, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അത് വളരെ വേഗത്തിൽ സുഖമായി കിട്ടും. അതെ, വളരെ നല്ലൊരു മെഡിസിനാണ്. വിറ്റാമിൻ B ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരു കിഴങ്ങുവർഗ്ഗം കൂടെയാണ് കൂവ. ഇതാണ് അതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ പേര് കണ്ടോ, ആരോ റൂട്ട് പൗഡർ. ഈ പടത്തിൽ കാണുന്നത് പോലെ ഇതാണ് അതിൻ്റെ കിഴങ്ങ്. ഇതിൻ്റെ പൗഡർ ഫോമിലാണ് ഇത് വരിക. ഇത് 1 ടീസ്പൂൺ പൗഡർ 1 ഗ്ലാസ് വെള്ളത്തിലിട്ട്, തിളച്ച വെള്ളത്തിൽ, ചൂടുവെള്ളത്തിലിട്ട് മിക്സ് ചെയ്ത് ഈ വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. പാലിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് പാലിലിട്ട് കുടിക്കുകയാണ്. അതുപോലെ തന്നെ ഇതുകൊണ്ട് പലതരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കാം. വിറ്റാമിൻ B എൻറിച്ചഡ് ആണ്. അതേപോലെ തന്നെ മൂത്രച്ചൊടിയിൽ തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ വളരെ ഫലപ്രദമായ ഇതാണ്. നമ്മുടെ നാട്ടിലുള്ള അമ്മമാരൊക്കെ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, കൂവപ്പൊടി. ഇത് സ്ത്രീകൾക്ക് മാത്രമാണോ അല്ലെ എല്ലാവർക്കും ഉപയോഗിക്കാം? എല്ലാവർക്കും ഉപയോഗിക്കാം. സ്ത്രീകൾക്ക് ആ രോഗത്തിന് പ്രത്യേകമായിട്ട് എഫക്റ്റ് ചെയ്യുമെന്ന് മാത്രമേ, എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം. ഇത് നമ്മൾ പ്രായം ചെന്ന ആളുകളിൽ വേദനയ്ക്ക് ഉപയോഗിക്കുന്നതല്ലേ? അതെ, വാദം കൊല്ലിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന, എണ്ണ കാച്ചി വേർതിരിച്ചെടുക്കുന്ന മെഡിസിനാണിത്. ഇതിൻ്റെ പേര് പെയിനോഫ്ലെക്സ് എന്നാണ്. കുറച്ച് ഓയിൽ എടുക്കുക, വേദനയുള്ള ഭാഗത്ത് ജസ്റ്റ് മസാജ് ചെയ്ത് വിട്ടേക്കുക. അധികം നേരം തിരുമേണ്ട ആവശ്യമില്ല. അരമണിക്കൂറെങ്കിലും മിനിമം വെച്ചതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. ഏറ്റവും ബെസ്റ്റ് നൈറ്റ് യൂസ് ചെയ്ത് രാവിലെ വരെ അങ്ങനെ വിട്ടേക്കുക. രാവിലെ വാഷ് ചെയ്ത് കളയുക. അത്രയും ബോഡിയിൽ നിൽക്കുന്നത് നല്ലതാണ്. എത്ര നേരം നിൽക്കുന്നു അത്രയും നേരം എഫക്റ്റീവ് ആണ്. രാത്രി അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത്. അതെ, ശരീരത്തിന് പുറമേ ഉള്ള എല്ലാ തരത്തിലുള്ള വേദന, ആർത്രൈറ്റിസ് പ്രോബ്ലം, ജോയിൻറ്റ് പെയിന്, അതിനൊക്കെ വളരെ നല്ല ഓയിലാണിത്. ഇത് നമുക്ക് ദിവസം മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ഡെയിലി ചെയ്യുന്നതാണ്. ഡെയിലി കാട് കയറുന്നത് തന്നെ ഇത് കറക്റ്റ് റൗണ്ട് ചെയ്ത് വെട്ടി ക്ലിയറാക്കി വെക്കും. അത് കഴിഞ്ഞ് ഓരോരോ ചെടികൾക്ക് എല്ലാം ചെടിയും ക്ലിയർ ആയിരിക്കും ഈ സമയം.
അപ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓരോ രീതിയിലാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്? ഇപ്പം വളരുന്നതാണെങ്കിലും അതെ അതെ, ഒക്കത്തിന് പ്രത്യേക ഒരു കണക്കുണ്ട് ഇതിനിടാനുള്ള. ഈ മരുന്ന് ചെടികൾക്ക് വേറെ, പൂച്ചെടികൾക്കൊക്കെ വേറെ വ്യത്യസ്തമായ രീതിയിലാണ് ഇടുക. ഈ ചെടികൾക്ക് ഓവർ മരുന്ന് കൊടുക്കൂല, കാരണം അത് നമുക്ക് യൂസ് ചെയ്യുന്ന മരുന്നായതുകൊണ്ട് കൂടുതൽ കൊടുക്കില്ല. ചേട്ടൻ കുറേ കൊല്ലമായി ഇവിടെ? ഞാൻ കുറേ വർഷമായി. അപ്പോൾ ഇതാണ് നമ്മുടെ വൈത്തിരിയുള്ള ഷാസം ആയുർവേദ ആൻഡ് സ്പൈസസ് ഗാർഡൻ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം ആയുർവേദിക് മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് കാണാൻ വേണ്ടി നല്ലൊരു ഗാർഡൻ തന്നെ അവരുടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സ്പെഷ്യാലിറ്റിയാണ്. കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർക്ക് വരുന്ന അസുഖങ്ങൾക്കുള്ള മരുന്നുകളൊക്കെ ഇവരിവിടെ തന്നെ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മരുന്നുകളൊക്കെ ഈ ഗാർഡനിൽ തന്നെ അവർ നട്ട് വളർത്തി വലുതാക്കി അതിൽ നിന്ന് എടുത്തിട്ടാണ് ഇവർ മരുന്നുകൾ ഉണ്ടാക്കുന്നത്. അത് ഈ ഒരു ഗാർഡൻ്റെ പ്രത്യേകത തന്നെയാണ്. ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പലതരത്തിലുള്ള മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ വരുന്ന ആളുകൾക്കാണെങ്കിലും ഇവിടുത്തെ ഗാർഡൻ കാണാനുള്ളൊരു സൗകര്യം കൂടി ഇവർ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഇവിടുന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പലതരം എന്ന് പറഞ്ഞ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ കുറേ തരത്തിലുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു വലിയൊരു സ്റ്റോർ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ആളുകൾക്ക് ഇതെല്ലാം കണ്ടതിന് ശേഷം അവർക്ക് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ സ്റ്റോറിൽ പോയിട്ട് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.